ഹായ് ഗൈസ്, വെൽക്കം ടു വ്ലോഗ് നമ്പർ 4. സോ ഗൈസ്, നമുക്കിന്ന് ഷിപ്പിൻ്റെ ഗിയർ എങ്ങനെ ഇടാമെന്ന് പഠിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ കപ്പലിൻ്റെ ഗിയർ ബോക്സ്. ഈ കാണുന്ന ബോക്സാണ് നമ്മുടെ കപ്പലിൻ്റെ ഗിയർ ബോക്സ്. ഇതാണ് നമ്മുടെ ഗിയറിൻ്റെ സിസ്റ്റം. ഞാൻ ചുമ്മാ പറഞ്ഞാട്ടെ, ഇതിൻ്റെ പേരാണ് ടെലിഗ്രാഫ് എന്നാണ് പറയാം. ടെലിഗ്രാഫ് ഓൾമോസ്റ്റ് ലൈക്ക് ഗിയർ പോലെ. ഓക്കെ, കാറിൻ്റെ ഗിയർ ഇടാനൊക്കെ വലിയ മെനക്കേടല്ല. ഇങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വലിയ പ്രാന്താണ്. ഇത് ഈസിയാണ്, വളരെ ഈസിയാണ്. ഇതൊരു കൊച്ചു കുട്ടിക്ക് ഇടാമെന്നുള്ളത് വളരെ ഈസിയാണ്. സോ ഇപ്പോൾ നമ്മുടെ കപ്പൽ നിർത്തിയിട്ടേക്കാണ്. ഇത് നമ്മുടെ ഗിയറിൻ്റെ ഹാൻഡിൽ കൊണ്ട്, ഇതാണ് ഗിയറിൻ്റെ ഹാൻഡിൽ. ഇപ്പോൾ കപ്പൽ നിർത്തിയിട്ടേക്കാണ്. അതുകൊണ്ട് ഈ ഗിയറിൻ്റെ ഹാൻഡിൽ നേരെ ആരോമാർക്ക് സ്റ്റോപ്പിലാണ് നിൽക്കണേ. റെഡ് ലൈറ്റ് എത്തണുണ്ട് സ്റ്റോപ്പിൻ്റെ അവിടെ. സോ നിർത്തിയിട്ടേക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ മുന്നിലോട്ടുണ്ട്. ലൈക്ക് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, ഫിഫ്ത്ത് ഗിയർ. ഞങ്ങൾക്ക് ഈസിയായിട്ട് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വേർഡിങ്സ് ഡിഫറെൻ്റ് ആണ്. മുന്നോട്ട് ഇറങ്ങുന്നതിനൊക്കെ നമ്മൾ എഹെഡ് എന്ന് പറയാം. പിമ്പോട്ട് പോകണതിനൊക്കെ എസ്റ്റേൺ എന്നാണ് പറയുക. ഓക്കെ, സോ ഞങ്ങളുടെ ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് സ്ലോ എഹെഡ്. അപ്പോൾ നമ്മൾ ഈ നേരെ പിടിച്ച് മുകളിലേക്ക് ആക്കും. ഞാൻ അപ്പോൾ ആക്കണില്ല, ശരിയാവിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ പിടിച്ച് മുകളിലേക്ക് ആക്കും. അപ്പോൾ ഈ ഹാൻഡിൽ നേരെ മുന്നിലേക്ക് വരും. ഈ ഏറോമാർക്ക് നേരെ ഡെഡ് സ്ലോ ഹെഡിൻ്റെ നേരെ ഒന്ന് കിടക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗിയറിലാണ്, അത് ഡെഡ് സ്ലോ ഹെഡാണ് ഫസ്റ്റ് ഗിയർ. അങ്ങനെ നമ്മൾ ഡെഡ് സ്ലോ ഹെഡിലിട്ടു ഫസ്റ്റ് ഗിയർ. ഞാൻ ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞോട്ട് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ. ഞങ്ങളതിങ്ങനെ ഒരിക്കലും പറയില്ല. ഡെഡ് സ്ലോ എഹെഡ് മുന്നോട്ട്, സ്ലോ എഹെഡ്, ഹാഫ് എഹെഡ്, ഫുൾ എഹെഡ്, നാവിഗേഷൻ ഫുൾ. അങ്ങനെ പിന്നോട്ട് പോകണമെങ്കിൽ ഡെഡ് സ്ലോ അസ്റ്റേൺ, ഹാഫ് അസ്റ്റേൺ, ഫുൾ അസ്റ്റേൺ, അങ്ങനെയാണ് പറയാം. ഇപ്പോൾ ക്യാപ്റ്റൻ കമാൻഡ് വരും ഡെഡ് സ്ലോ ഹെഡ് എന്ന് പറയുന്നതിനോട്. അപ്പോൾ ഞാൻ പിടിച്ചിട്ട് ഈ ഹാൻഡിൽ പിടിച്ച് മുന്നോട്ടാക്കും. അപ്പോൾ ഡെഡ് സ്ലോ ഹെഡിലൊന്ന് വീഴും. അപ്പോൾ ഈ ഡെഡ് സ്ലോ ഹെഡ് എന്നുള്ള കമാൻഡ് നേരെ അടിയിലോട്ട് പോകും. എഞ്ചിൻ റൂം അടിയിലാണ്. അപ്പോൾ എഞ്ചിൻ റൂമാർക്ക് മനസ്സിലാവും നമുക്ക് വേണ്ട ഡെഡ് സ്ലോ ഹെഡാണ്. അപ്പോൾ എഞ്ചിൻ റൂമാർ എന്ത് ചെയ്യും, ഈ ഡെഡ് സ്ലോ ഹെഡിന് ഒരു RPM ഉണ്ട്, ഇവിടെ എഴുതിച്ചിട്ടുണ്ട്. ഈ ഡെഡ് സ്ലോ ഹെഡിൻ്റെ RPM ആണ് 36. അപ്പോൾ 36 റെവല്യൂഷൻ പെർ മിനിറ്റ്. അതായത് നമ്മുടെ പ്രൊപ്പല്ലർ, നമ്മുടെ ബാക്കിലൊരു പ്രൊപ്പല്ലർ ഉണ്ടാവില്ല, കാരണം തിരിയുമ്പോഴാണല്ലോ നമ്മുടെ കപ്പൽ മുന്നോട്ട് പോകുന്നത്. ആ പ്രൊപ്പല്ലറിൻ്റെ 36 വട്ടം പെർ മിനിറ്റ് തിരിയണം. അങ്ങനെയുള്ള രീതിയിലാക്കുക അവർ RPM അവർ അഡ്ജസ്റ്റ് ചെയ്യും എഞ്ചിൻ റൂമാർ. അപ്പോൾ നേരെ അതിൻ്റെ സ്പീഡ് 36 RPM തിരുമ്പോൾ ഡെഡ് സ്ലോ ഹെഡിലിടുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പീഡ് 5.7 knots ആണ്. അത് ബലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കാലടിച്ച് പോകുമ്പോൾ കിട്ടുന്ന സ്പീഡ്. ഇത് ലോഡ് അടിച്ച് പോകുമ്പോൾ സ്പീഡ് 5.5, ബലാസ്റ്റിൽ 5.7. ഓക്കെ, ഈ സ്പീഡ് കൺവേർഷൻ ഞാൻ പതിയെ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഡെഡ് സ്ലോ ഹെഡിൽ അപ്പോൾ നമ്മൾ ഇട്ടും. ഇനി നമുക്ക് സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഡെഡ് സ്ലോ ഹെഡിൽ നിന്ന് മാറ്റി ബാർ മുകളിലേക്ക് ആക്കും. അപ്പോൾ സ്ലോ ഹെഡിൽ വന്ന് വീഴും. അപ്പോൾ നമുക്ക് സ്ലോ ഹെഡിന് ഒരു സ്പീഡുണ്ട്. സ്ലോ ഹെഡിൻ്റെ RPM 48. അതിൻ്റെ സ്പീഡ് 7.4 knots നമുക്ക് സ്പീഡ് കിട്ടും. അങ്ങനെ മുന്നോട്ട് പോയി അവസാനം നമുക്ക് ഫുൾ ഹെഡ് വരും, നാവിഗേഷൻ ഫുൾ വരും. അതിലത്തെ RPM 107 റവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. അപ്പോൾ നമുക്കൊരു സ്പീഡ് കിട്ടും 14.6 knots നമുക്ക് സ്പീഡ് കിട്ടും. അങ്ങനെയാണ് സിസ്റ്റം. നമുക്ക് കാറിൻ്റെ പോലെ ആക്സിലേറ്റർ ഇല്ല കേട്ടോ. ആക്സിലേറ്ററിൽ നമ്മൾ ഈ ഗിയർ, അതായത് നമ്മൾ ഈ ടെലിഗ്രാഫിൽ ഈ ഓരോ കമാൻഡ് കൊടുക്കുന്നതനുസരിച്ച് അവിടെ RPM അവർ ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിന് ഷിപ്പിൻ്റെ സ്പീഡ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ആക്സിലേറ്റർ ഇല്ല, ഗിയർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ടെലിഗ്രാഫ് എന്നാണ് ഈ സിസ്റ്റത്തിന് പറയാം. അതുപോലെ നമുക്ക് പിന്നോട്ടും വരാം, ഡെഡ് സ്ലോ അസ്റ്റേൺ. ഇപ്പോൾ കാറിൻ്റെ റിവേഴ്സ് ഗിയറിൽ ഒറ്റ സ്പീഡല്ലേ കിട്ടുള്ളൂ. ഇതിൽ നമുക്ക് ബാക്കിലേക്കും സ്പീഡ് കൺട്രോൾ ചെയ്യാം. ബാക്കിലേക്ക് ഇടുമ്പോഴും ഡെഡ് സ്ലോ, ഹാഫ്, ഫുൾ അസ്റ്റേൺ അങ്ങനെയുണ്ട്. അപ്പോൾ അതിനും സ്പീഡ് ഉണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ മുന്നിൽ പോകണത് സ്പീഡ് കിട്ടില്ല. കാരണം ഡെഡ് സ്ലോയിൽ ബാക്കിലേക്ക് ഒരു 3.9 കിട്ടുള്ളൂ, സ്ലോയിൽ 4.9, ഹാഫിൽ 5.5, അങ്ങനെ സ്പീഡ് കിട്ടുള്ളൂ. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഇത് സ്പീഡിൻ്റെ ഇൻഡിക്കേഷൻ, ഇത് RPMൻ്റെ ഇൻഡിക്കേഷൻ, ഇങ്ങനെ കുറേ ഇൻഡിക്കേഷൻ. ബാക്കിയുള്ള ഇൻഡിക്കേഷൻസ് ഒക്കെ ഞാൻ പതിയെ പിന്നെ പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് ഈ ഇപ്പോൾ നോട്ട്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് നോട്ടിക്കൽ മൈലിലാണ് ഞങ്ങൾ പറയുക. അപ്പോൾ ഞാൻ അതിൻ്റെ കൺവേർഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതിൻ്റെ കൺവേർഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ കിലോമീറ്റർ എന്നാണ് പറയുക. 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ. ഞങ്ങൾ കടലിൽ ഒരിക്കലും കിലോമീറ്റർ എന്ന് പറയില്ല, നോട്ടിക്കൽ മൈൽ എന്ന് പറയാം. നോട്ടിക്കൽ മൈൽ അതായത് ഞങ്ങൾ 1 നോട്ടിക്കൽ മൈൽ ട്രാവൽ ചെയ്തു, 2 നോട്ടിക്കൽ മൈൽ ട്രാവൽ ചെയ്തു, അങ്ങനെ ഞങ്ങൾ പറയുള്ളൂ. ഒരിക്കലും ഞങ്ങൾ കിലോമീറ്റർ എന്ന് പറയില്ല. സോ ഞങ്ങളുടെ ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1852 മീറ്ററാണ്. അതായത് ഏകദേശം 1.8 കിലോമീറ്ററാണ്. ഞങ്ങൾക്കൊരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ 1.8 കിലോമീറ്റർ ഓടണ അത്രയ്ക്ക് ഉണ്ട്, നാട്ടിലല്ല, ലാൻഡിൽ. അപ്പോൾ ഞങ്ങളുടെ ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1.8 കിലോമീറ്ററാണ്. ഞങ്ങൾ ഈ ഡിസ്റ്റൻസ് ഒക്കെ പറയാം, ഞങ്ങൾ ഈ സ്പീഡൊക്കെ പറയാം നോട്ടിക്കൽ മൈൽ പെർ അവർ ആണ്. ഓക്കെ, കിലോമീറ്റർ പെർ അവർ അല്ല. ഇപ്പം ഈ ഫുൾ ഹെഡിൽ എൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 11.5 നോട്ടിക്കൽ മൈൽ പെർ അവർ ആണ് എൻ്റെ സ്പീഡ്, കിലോമീറ്റർ പെർ അവർ അല്ല. അപ്പോൾ ഈ 11.5 നോട്ടിക്കൽ മൈൽ പെർ അവറിനെ ഞങ്ങൾ കൊടുക്കുന്ന യൂണിറ്റ് ആണ് നോട്ട്സ്. KNOTS, നോട്ട്സ് ആണ് ഞങ്ങൾ സ്പീഡിന് കൊടുക്കുന്ന യൂണിറ്റ്. അപ്പോൾ സ്പീഡ് കൺവേർഷൻ ഞാൻ പറഞ്ഞുതരാം.
ഒരു പേപ്പർ ഉണ്ടാക്കി വെച്ചിട്ട് കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് സോ ഞാൻ ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഡെഡ് സ്ലോ ഹെഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന സ്പീഡ് 5.7 നോട്ട്സാണ്. അതായത് 10.5 കിലോമീറ്റർ പെർ അവർ, ഏകദേശം 10.5 കിലോമീറ്റർ പെർ അവറാണ് ഞങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഞങ്ങൾ ആ ഗിയർ മാറ്റി സ്ലോ ഹെഡിൽ ഇട്ട് നോക്കി. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 7.4 നോട്ട്സാണ്. അതായത് ഏകദേശം 13.7 കിലോമീറ്റർ പെർ അവർ. അങ്ങനെ കൂട്ടി ഞങ്ങൾക്ക് അവസാനം മാക്സിമം പോകാൻ പറ്റുന്ന സ്പീഡ് നാവിഗേഷൻ ഫുൾ ഗിയറിലാണ് ഞങ്ങൾ മാക്സിമം സ്പീഡ് പോവുക. അതായത് 14.6 നോട്ട്സാണ് ഞങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം സ്പീഡ്. അപ്പോൾ 14.6 നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഷിപ്പിൻ്റെ മാക്സിമം സ്പീഡ് കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 27 കിലോമീറ്റർ പെർ അവർ. സോ എൻ്റെ കപ്പലിന് മാക്സിമം പോകാൻ പറ്റുന്ന സ്പീഡ് 27 കിലോമീറ്റർ പെർ അവർ ആണ്. ഇത് ചെറിയ വേരിയേഷൻ ഉണ്ടാവും, കാരണം വിൻഡും കറണ്ടും അനുസരിച്ച്. ഇപ്പോൾ വിൻഡും കറണ്ടും ഒക്കെ നമ്മുടെ ഹെഡ്, നമ്മുടെ മുന്നിൽ നിന്നാണെങ്കിൽ സ്പീഡ് കുറയുമല്ലോ ഏകദേശം. നമ്മുടെ പിന്നിൽ നിന്നാണെങ്കിൽ നമ്മൾ തള്ളി കൊടുക്കും, അപ്പോൾ സ്പീഡ് കൂടും. സോ അത്രയ്ക്കുള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ഗൈസ്. ഇനി ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എന്നോട് കുറേ പേര് ആക്ച്വലി ചോദിച്ചായിരുന്നു നിങ്ങളുടെ ഷിപ്പിന് എത്ര സ്പീഡ് കിട്ടുന്നത്. അപ്പോൾ അത് പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഇത്ര നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ ഒരു പറഞ്ഞത്. സോ എൻ്റെ ഷിപ്പിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 14.6 നോട്ട്സ് എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് പറയുന്നു 27 കിലോമീറ്റർ പെർ അവർ കിട്ടാം. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ഇനി ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ബൈ. ഒരു കാര്യം കൂടി, പല ടൈപ്പ് ഷിപ്പ് ഉണ്ട്. പല ടൈപ്പ് ഷിപ്പിന് പല ടൈപ്പ് സ്പീഡാണ്. ഇപ്പം ഈ കാണുന്നത് ടൈപ്സ് ഓഫ് ഷിപ്പാണ്. ക്രൂയിസ്, കണ്ടെയ്നർ, റോറോ എന്ന് പറഞ്ഞാൽ കാറോണാണ് ഷിപ്പ്. ക്രൂയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസഞ്ചർ ഷിപ്പ്. എല്ലാത്തിനും പല സ്പീഡാട്ടോ. ഓക്കെ, എൻ്റെ ഷിപ്പ് ബൾക്ക് കാരിയർ, ഞങ്ങൾക്ക് കിട്ടുന്ന സ്പീഡ് 27. ഇപ്പം ഈ ക്രൂയിസിനൊക്കെ 25 നോട്ട്സ് വരെ കിട്ടും. പാസഞ്ചർ ഷിപ്സിന് 25 നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 46 കിലോമീറ്റർ പെർ അവർ. സോ പല ടൈപ്സ് ഓഫ് ഷിപ്സ് ഉണ്ട്, പല ടൈപ്സിന് പല സ്പീഡാണ്. അത്രേ ഉള്ളൂ. ബൈ, ടാറ്റ.